കേരളത്തിലെ വാർത്താ ചാനലുകളുടെ അമിത മത്സരം ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. യുദ്ധമേഖലയിൽ നിന്നും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന മട്ടിൽ ആക്രോശമുഖരിതമായ വാർത്ത ന്യൂസ് സ്റ്റുഡിയോകളിൽ നിന്നും എത്തുന്നതിൽ വ്യാജ വാർത്തകളാണ് ഏറെ എന്നതിന് ഇരകളായി മാറുന്നത് പ്രവാസി സമൂഹങ്ങളാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തേടി എത്തിയത് UK മലയാളികൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ മലയാളി സമൂഹത്തെയാണ്. കേരളത്തിലെ പ്രധാന വാർത്താ ചാനലുകളൊക്കെ ബ്രേക്കിംഗ് ന്യൂസായി നൽകിയത് ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്കും UK-യിലേക്കുമുള്ള മുഴുവൻ വിമാനങ്ങളും റദ്ദാക്കി എന്ന വാർത്തയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിച്ച ഈ വാർത്ത UK മലയാളികളെയും പരിഭ്രാന്തിയിലാക്കി. ഇന്നലെ ഒട്ടേറെ ഫോൺ സന്ദേശങ്ങളാണ് സ്ഥിരീകരണം തേടി ബ്രിട്ടീഷ് മലയാളിക്കും ലഭിച്ചത്. എന്നാൽ ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിലെ ചാനലുകൾ പ്രചരിപ്പിച്ച വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വാർത്തയുടെ ഉറവിടം സംബന്ധിച്ച സൂചനകളില്ലാതെ പുറത്തുവിട്ട ഈ വാർത്ത കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പിറന്നതാണെന്നും അനുമാനിക്കേണ്ടി വരും. ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയവും എയർ ഇന്ത്യയും ഇത്തരം സൂചന നൽകുന്ന ഒരു അപ്ഡേറ്റും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വാർത്തകളുടെ നിജസ്ഥിതി പരിശോധിക്കാതെ ബ്രേക്കിംഗ് ന്യൂസ് നൽകി പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള തന്ത്രത്തിൽ അനേകം ആളുകൾ പരിഭ്രാന്തരാകുന്നതും വാർത്താ മത്സര ലോകത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗൾഫ് വിമാനങ്ങൾ നിർത്തിവെച്ച സർവീസുകൾ ഭാഗികമായെങ്കിലും ആരംഭിക്കാൻ തീരുമാനിച്ച സമയം തന്നെയാണ് തികച്ചും തെറ്റായ വിധത്തിൽ യൂറോപ്പിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയെന്ന വാർത്തകൾ ചാനലുകൾ നൽകിയതെന്നും ശ്രദ്ധേയമായി. മാത്രമല്ല, നിരന്തരം വാർത്തകൾ മാറ്റിക്കൊണ്ടിരിക്കാൻ ചാനലുകൾക്ക് കഴിയും എന്നതിനാൽ മുൻപേ നൽകിയ വ്യാജ വാർത്തയ്ക്ക് പകരം പുതിയ അപ്ഡേറ്റ് എന്ന നിലയിൽ തീർത്തും ഘടകവിരുദ്ധമായ പുതിയ വാർത്ത അവതരിപ്പിക്കാനും കഴിയുമെന്ന സാധ്യതയാണ് മലയാളം ചാനലുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇന്നലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ പേജുകൾ എന്നിവിടങ്ങളിലൊക്കെ തെറ്റായ വാർത്ത നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം അപ്ഡേറ്റുകൾ പിൻവലിക്കാൻ പോലുമുള്ള മാനുഷിക പരിഗണന ചാനൽ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കാറില്ല. UK-യിൽ നിന്നും ഇന്ത്യയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യയും ഇൻഡിഗോയും തങ്ങളുടെ ഷെഡ്യൂൾ ഒരു മാറ്റവും വരുത്താതെയാണ് പ്രവർത്തിക്കുന്നത്. സർവീസുകൾ റദ്ദാക്കിയെന്ന വാർത്ത പ്രചരിച്ച ദിവസം എയർ ഇന്ത്യ തങ്ങളുടെ UK-യിൽ നിന്നുള്ള 8 സർവീസുകൾ നടത്തിയെന്നതും ശ്രദ്ധേയമായിരുന്നു. ലണ്ടനിൽ നിന്നുള്ള സർവീസുകളായിരുന്നു ഇവയെല്ലാം. ബർമിംഗ്ഹാമിൽ നിന്നും ഡൽഹിക്കുള്ള ഒരു വിമാനം മാത്രമാണ് റദ്ദായത്. ഗൾഫ് റൂട്ടിൽ സാധ്യമായ വിമാനങ്ങളെല്ലാം പറക്കാനും GCC യോഗം ചേർന്ന് ഗൾഫ് വിമാന കമ്പനികൾക്ക് കുടുങ്ങിപ്പോയ യാത്രക്കാരെ ആദ്യം ലക്ഷ്യത്തിലെത്തിക്കാനും നിർദ്ദേശം നൽകിയ സമയത്ത് തന്നെയാണ് കേരളത്തിൽ ചാനലുകൾ അതൊന്നും ശ്രദ്ധിക്കാതെ യൂറോപ്യൻ റൂട്ടിൽ വിമാനങ്ങൾ റദ്ദാക്കിയെന്ന പച്ചക്കള്ളം അടിച്ചുവിട്ടത്. ഒമാനിൽ നിന്നും അബുദാബിയിൽ നിന്നും സൗദിയിൽ നിന്നുമുള്ള വിമാനങ്ങളും ഇന്നലെ ലണ്ടനിൽ ലാൻഡ് ചെയ്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമായും ദുബായിൽ നിന്നും എമിറേറ്റ്സ് വിമാനങ്ങളാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടതിൽ കൂടുതലുള്ളത്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമല്ലാത്തതിനാലാണ് ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ എത്താത്തതെന്നാണ് ലഭ്യമാകുന്ന വിവരം. തെറ്റായ വാർത്തകൾ വിശ്വസിച്ച് യാത്ര ചെയ്യാതിരുന്നാൽ മുഴുവൻ തുകയും നഷ്ടമാകും. അതേസമയം തെറ്റായ വാർത്തകൾ വിശ്വസിച്ച് യാത്ര ചെയ്യാതിരുന്നാൽ വിമാനങ്ങൾ നഷ്ടമായി എന്ന് കാണിച്ച് ടിക്കറ്റ് എടുക്കാൻ ചെലവാക്കിയ പണം തിരികെ ലഭിക്കില്ല എന്നാണ് പ്രധാന ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസികൾ അറിയിക്കുന്നത്. ഇന്നലെ ഒമാൻ എയർവേസിൽ ടിക്കറ്റ് എടുത്തിരുന്ന ഒരു മലയാളി കുടുംബം യാത്ര ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അവരുടെ ടിക്കറ്റിന്റെ മുഴുവൻ പണവും നഷ്ടമായി. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് യാത്ര ഒഴിവാക്കുകയായിരുന്നു ഈ കുടുംബം. ടിക്കറ്റ് മുൻകൂർ ക്യാൻസൽ ചെയ്യാതിരുന്നത് വിനയാവുകയും ചെയ്തു. ലാഭം നോക്കി ക്യാൻസലേഷൻ സൗകര്യമില്ലാത്ത ഓൺലൈൻ ടിക്കറ്റ് എടുത്തവർക്കും ഈ സാഹചര്യത്തിൽ യാത്ര മാറ്റിവെക്കാനാകില്ല എന്നതും പ്രധാനമാണ്. വിമാനങ്ങൾ പറക്കുന്ന സാഹചര്യത്തിൽ യാത്ര നടത്തിയേ മതിയാകൂ എന്നതാണ് ഇത്തരം ടിക്കറ്റുകൾ കയ്യിലുള്ളവർ നേരിടുന്ന പ്രതിസന്ധി. എന്തായാലും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ഉത്തരവാദിത്തം ആവശ്യമുണ്ട്. കിട്ടുന്ന എല്ലാ വാർത്തയാക്കാതെ വാർത്ത യാഥാർത്ഥ്യമാണോ അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നൽകാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം കൂടി പാലിക്കേണ്ട മര്യാദയുണ്ട്. എന്തായാലും ഗൾഫിൽ വലിയ യുദ്ധമാണെന്ന തരത്തിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗൾഫ് മലയാളികളും പ്രവാസികളും തന്നെ ഇത്തരത്തിലുള്ള മലയാള മാധ്യമങ്ങളുടെ വാർത്താ റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന സാഹചര്യവും ഉണ്ടായിരുന്നു.